കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ വലിപ്പത്തിലും പ്രതിഷ്ഠയിലും പ്രസിദ്ധമായ ക്ഷേത്രമാണ് സ്വയംഭൂ പ്രതിഷ്ഠയുള്ള വെങ്ങനല്ലൂർ മഹാശിവക്ഷേത്രം. മഹാദേവൻ കിഴക്കോട്ട് ദർശനമായും പാർവതീദേവി പടിഞ്ഞാറോട്ട് ദർശനമായും പ്രധാന പ്രതിഷ്ഠകളായി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. തൃശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം നടക്കുന്ന നവീകരണ കലശത്തിൻ്റെയും തുടർന്ന് ആദ്യമായി നടക്കാൻ പോകുന്ന ഉത്സവത്തിൻ്റെയും ഭാഗമായുള്ള കൊടിമര നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകളുമാണ് ഈ വീഡിയോയിൽ. ഒരു ഗ്രാമനിവാസികളുടെ മുഴുവൻ ഉത്സവത്തോടൊപ്പം മൈ വിഷൻ ചാനലും പങ്കുചേരുന്നു. പല ക്ഷേത്രങ്ങളിലും കൊടിമരം അഥവാ ധ്വജം കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രതിഷ്ഠ വരെയുള്ള ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അറിയാവുന്ന വിശ്വാസികൾ വളരെ അപൂർവമായിരിക്കും. ഈ ധ്വജപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ വൻ തേക്കുമരം മുറിച്ചെടുക്കുന്നത് മുതൽ യഥാസ്ഥാനത്ത് താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠ നടത്തുന്നതുവരെയുള്ള ചടങ്ങുകൾ ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭൂസ്പർശമേൽക്കാതെ 2 വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് വളരെ ശ്രമകരമായാണ് ഈ പടുകൂറ്റൻ തേക്കുമരം മുറിച്ചെടുത്തത്. മേളവാദ്യത്തിൻ്റെയും നാമജപത്തിൻ്റെയും അകമ്പടിയോടുകൂടിയാണ് ഈ മരം ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചത്. കൊടിമരത്തിൻ്റെ അളവിലേക്ക് ഇതിനെ പാകപ്പെടുത്തിയതിനു ശേഷമാണ് വരും തലമുറകൾക്ക് ദർശന പുണ്യമേകാൻ കൊടിമരം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള തൈലാദിവാസം എന്ന ചടങ്ങ് നടക്കുന്നത്. ഇതിനായി നിരവധി പച്ചമരുന്നുകളും ഔഷധക്കൂട്ടുകളും കൃത്യമായ അളവിൽ ചേർത്ത് കാച്ചിയെടുത്ത എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1000 ലിറ്ററിലധികം വരുന്ന എള്ളെണ്ണ 2 ദിവസങ്ങളിലായാണ് ക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ച് പാകപ്പെടുത്തിയെടുത്തത്. വെങ്ങനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ 2026 ജൂലൈ മാസത്തിൽ നവീകരണ കലശം നടക്കുകയാണ്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുന്നത്. ഇപ്രാവശ്യം മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് വിശിഷ്ടമായ കർപ്പൂരാദി കലശമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ കലശത്തോടനുബന്ധിച്ച് നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ ചെമ്പോല പൊതിയൽ, അതുപോലെ തന്നെ ശ്രീകോവിലിന് ചുറ്റുമുള്ള മറ്റു സ്ഥലങ്ങളിലെ എല്ലാ ഓടുകളും ഇളക്കി മാഞ്ഞ് പട്ടികയെല്ലാം മാറ്റി വൃത്തിയാക്കൽ, അതുപോലെ തന്നെ നടപ്പുര നിർമ്മാണം, സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്ര നവീകരണം, ഗണപതിയുടെ പുതിയ ക്ഷേത്ര നിർമ്മാണം, ശാസ്താവിൻ്റെ പുതിയ ക്ഷേത്ര നിർമ്മാണം, അതേപോലെ തന്നെ ഊട്ടുവര ടൈലിട്ടെല്ലാം ഭംഗിയാക്കൽ, അങ്ങനെ ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ നവീകരണ കലശവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 2 അഷ്ടമംഗല പ്രശ്നത്തിലും പ്രതിപാദിച്ച പോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം വേണമെന്നും ആ ഉത്സവത്തിന് ആവശ്യമായ കൊടിമരം വേണമെന്നും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു പറമ്പിൽ നിന്ന് കൊടിമരത്തിലുള്ള മരം നമ്മൾ കണ്ടെത്തുകയുണ്ടായി. ആ മരം അതിൻ്റെ തോലുകളെല്ലാം ചെത്തി ഭംഗിയാക്കി ഇന്ന് തൈലത്തിലിടുന്ന ഒരു അതിവിശിഷ്ടമായ സംഭവമാണ് നടത്തുന്നത്. തൈലാദിവാസം എന്നാണ് അതിന് പറയുക. ഏകദേശം 70 ടിന്നോളം നല്ലെണ്ണയിൽ പ്രത്യേക മരുന്നുകളെല്ലാം ചേർത്ത് തയ്യാറാക്കി കൊണ്ടിട്ടുള്ള ഔഷധ ഗുണമുള്ള തൈലത്തിലാണ് ഇപ്പോൾ ആ മരം ഇട്ടിരിക്കുന്നത്. ഏകദേശം 6 മാസത്തോളം ഈ മരം ആ തൈലത്തിൽ കിടക്കുകയും അത് ബലം വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എടുത്ത് ജൂലൈ 18-ാം തീയതി പ്രതിഷ്ഠ നടത്തുന്ന രീതിയിലാണ് പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 8 മുതൽ 18 വരെയും അതുപോലെ 18 ശേഷം പിന്നെ 7 ദിവസം ഉത്സവമായാണ് ആഘോഷിക്കുക. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും എല്ലാം ഇപ്പോൾ തന്നെ ലീവ് എടുത്ത് ആ സമയത്ത് ഇവിടെ എത്താൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ നമ്മൾ ഡേറ്റെല്ലാം അനൗൺസ് ചെയ്ത് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വെങ്ങനല്ലൂരും ചേലക്കരയും ഉള്ള എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് നവീകരണ കലശം ഒരു ഉത്സവമാക്കി മാറ്റാനും നമ്മുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേലക്കര വെങ്ങനല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയോട് അനുബന്ധിച്ചിട്ടുള്ള തൈലാധിവാസം എന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. ഒരു
ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധ്വജ പദ്ധതിയാണ് ധ്വജം. അപ്പോൾ ഈ ധ്വജത്തെ നിത്യധ്വജവുമായി കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിത്യവും ധ്വജം വേണ്ട ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ധ്വജപ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പോൾ ഈ ധ്വജപ്രതിഷ്ഠ ചെയ്യാനാവശ്യമായ ഒരു മരം തേക്ക് കണ്ടെത്തി ആ തേക്കിന് ദൃഢത നൽകുന്ന ഒരു പദ്ധതിയാണ് തൈലാധിവാസം. വിവിധ മരുന്നുകൾ നിശ്ചിത അനുപാതത്തിൽ എടുത്ത് എണ്ണ കാച്ചി ആ എണ്ണ ധ്വജപ്രതിഷ്ഠയ്ക്ക് ആവശ്യമായ മരത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ തൈലാധിവാസം. അതാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. ഇനി 6 മാസത്തിന് ശേഷം ഈ ധ്വജത്തെ നമ്മൾ പുനരുദ്ധരിച്ച് അവിടെ പ്രതിഷ്ഠയായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. തൈലാദിവാസം കഴിഞ്ഞുള്ള ധ്വജപ്രതിഷ്ഠയുടെയും ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി ദൈവാനുഗ്രഹത്തോടെ മൈവിഷൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.